രക്ഷ കയറിയേ. ഞാനും മലീനയും ഓൾറെഡി ഞങ്ങള് റിലേഷനിലായിരുന്നല്ലോ. കല്യാണം മുടങ്ങി റിലേഷൻ പിന്നെ വേണ്ടെന്നുള്ള രീതിയിലാക്കി. ഞങ്ങളിപ്പോ ബ്രേക്കപ്പിലാണ് ആക്ച്വലി. ഞാനേ റൂമിന്ന് വന്ന അച്ഛനായിട്ടോ. എന്താണിങ്ങനെ? ഞാനൊരു നരൻ. കാര്യം പറയട്ടെ. ലോറ വന്ന ഒരു കാര്യം പറയണ. ലോറ ഇപ്രാവശ്യം തട്ടിക്കൊണ്ടില്ല. ഗോഡ് പ്രോമിസ്. ലോറ തട്ടിക്കൊണ്ടുപോയില്ല. ഗോഡ് പ്രോമിസ്. ഗോഡ് പ്രോമിസ്. കേറി ഇല്ല. ഗോഡ് പ്രോമിസ് സത്യമായിട്ട് ഗോഡ് പ്രോമിസ്. ഗോഡ് പ്രോമിസ് ഒക്കെ ഇട്ടിട്ട് കള്ളം പറഞ്ഞ് കള്ളത്തരം കാണിക്കാൻ ലോറ 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 കേറ്. ലോറ ട്രസ്റ്റ് മീ പത്രക്കേ ഉള്ളൂ. ഇനി സംസാരിക്കാൻ പറ്റില്ല. ഇനി പട്ടകമാടി രക്ഷ കയറിയേ. ഏപ്പരാച്ചികളൊക്കെ വന്നിറങ്ങിയേ. ഇറങ്ങാ വണ്ടിന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ എത്ര നാളെ കണ്ട? അന്ന് പോയി പോക്കാ ദക്ഷ. അതെ, പിന്നെ കണ്ടില്ലല്ലോ. കാണാൻ ഞാൻ പിന്നെ അറിഞ്ഞല്ലോ. എന്താണ് പെണ്ണ് കാണലൊക്കെ? പെണ്ണ് കാണല് കഴിഞ്ഞ് പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ദക്ഷ പെണ്ണ് കാണലിന് ഒരു പെണ്ണ് കാണാൻ പോയി. ഞാനും മലീനയും ഓൾറെഡി ഞങ്ങള് റിലേഷനിലായിരുന്നല്ലോ. അതെ. അപ്പോ ഞങ്ങളിങ്ങനെ പെണ്ണ് കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ആയിട്ട്. എന്ത് പറയാനാ ദക്ഷ, ഞങ്ങളുടെ ഒരു കല്യാണം മുടങ്ങി റിലേഷൻ പിന്നെ വേണ്ടെന്നുള്ള രീതിയിലാക്കി. ഞങ്ങളിപ്പോ ബ്രേക്കപ്പിലാണ് ആക്ച്വലി. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കുമെന്നൊക്കെയാണല്ലോ. ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ, വീട്ടുകാർ തമ്മിൽ ഓരോ ഉടക്കായേ. അത് സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനല്ല, നമ്മുടെ കാരണവര്, നമ്മളുടെ ഒരു കാരണവരായിട്ടുള്ള നമ്മുടെ ഒരു അണ്ണു എന്ന് പറഞ്ഞ അണ്ണുവാണ് നമ്മുടെ കാരണവര്. അണ്ണു സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പോ അങ്ങനെ പെണ്ണിന്റെ അച്ഛൻ അണ്ണൂനെ കയറി കൈവച്ച്. അണ്ണൂനെ കൈവച്ച പിന്നെ അറിയാലോ, നമ്മളെല്ലാം നമുക്ക് അണ്ണു എന്ന് പറഞ്ഞ വലിയ ഇതാണ്. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങോട്ട് കൈവച്ച് അങ്ങനെ കൂട്ടയടിയായി. അവസാനം മറ്റേ സാമ്പാർ ഇളക്കൂലേ തവി, അതൊക്കെ ഇട്ടൊരടി. അങ്ങനെ വലിയ വിഷയമൊക്കെ ആയി. അങ്ങനെ ഞങ്ങള് പിന്നെ ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെയായി. പക്ഷേ ശ്രീധരൻ ചോദിക്കുന്നത് തെറ്റല്ലേ? അണ്ണു ചോദിച്ചത് ശരിയല്ലല്ലോ. അണ്ണു ചോദിച്ച ഒട്ടും ശരിയല്ല. ഞാൻ പറഞ്ഞു അണ്ണുവിന്റെ അടുത്ത് എന്താ ചോദിച്ചതെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, അണ്ണുവിനെ ആദ്യം കല്യാണം കഴിപ്പിച്ചു വിടാം. ഇല്ല പക്ഷെ അണ്ണു അങ്ങനെ പെട്ടെന്ന് കെട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾക്ക് നോക്കാം. ആ രീതിയും കൊണ്ട് ഞാൻ പറഞ്ഞ എനിക്കിപ്പോ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കാനാണ് ദക്ഷ ഇഷ്ടം. അതെന്താ? എന്താണെന്ന് പറഞ്ഞൂടാ ദക്ഷ ഒരു സെക്കൻഡ്. ഹലോ റീസൺ ആയിട്ട് ദത്തെടുത്തൊരു പയ്യനാണ്. അല്ല, സിംഗിളായിട്ട് നടക്കാൻ എന്താണ് ഇത്ര ഇഷ്ടം? ഇനിയിപ്പോ നമുക്ക് റിലേഷൻ ഒന്നും വേണ്ട, പറ്റൂല. കുറേ നാളായില്ലേ റിലേഷനൊക്കെ ആയിട്ട്. ഇപ്പൊ ഒന്നും ബ്രേക്കൊക്കെ ഇനി അവിടെ സെറ്റ് ആവത്തില്ല. അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ. അതെന്താ? അല്ല, എപ്പോഴും അപ്പൊ ഇങ്ങനെ സിംഗിളായിട്ട് നടക്കുന്നതാണോ? അതെ ലൈഫിൽ എന്താണെങ്കിലും ആള് വേണ്ടേ?
അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെപ്പോഴും വേണമെന്ന് തോന്നുമ്പോ ഇനി അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായതെന്നാണ് വിചാരിക്കുന്നത് ദക്ഷ. ഇപ്പൊ ദക്ഷ എന്താ സിംഗിൾ ആയിട്ട് നടക്കണേ? അല്ല അങ്ങനെ പറ്റിയ ഒരാളെ നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട്. ദക്ഷ ആരെതിരെ കണ്ടുപിട്ടിട്ടില്ല അങ്ങനെ പറ്റുന്നവരാണ്? ഇല്ല. ഇല്ല. സ്പാർക്ക് ഒന്നും തോന്നിയിട്ടില്ല ആരുടെ? സ്പാർക്ക് അങ്ങനെ ചോദിച്ചാല് അങ്ങനെ ചോദിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചോദിക്കാനും പാടില്ല. അപ്പൊ സ്പാർക്ക് തോന്നിട്ടുണ്ടോ ആരുടെ? ഇടയ്ക്ക് ഒരാളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാരുടേതായിരുന്നു? ഇല്ല ഇല്ല, ജസ്റ്റ് നമ്മൾക്ക് ജസ്റ്റ് തോന്നുമായിരിക്കുമല്ലോ ചിലപ്പം, ഇതാൾ കൊള്ളാലോ എന്നുള്ളത്. ജസ്റ്റ് അങ്ങനെ ആരുടെ തോന്നി? ഇല്ല, അത് നമ്മൾ അങ്ങനെ ഇല്ല അങ്ങനൊന്നും ഇല്ല. ഗസ് ചെയ്തോളൂ. ബാലനാണോ? അങ്ങനൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞൂടാ. എന്താണ്? അല്ല അപ്പൊ വലിയ കുട്ടി ചന്ദ്രു, ഞാൻ ഇവിടെ ഉഴിച്ചില്ല വന്നായിരുന്നു. അല്ല, ഞാൻ ഈ ഉഴിച്ചില്ല പോകാൻ വേണ്ടി ചന്ദ്രു നിങ്ങൾ പറഞ്ഞോ? ലോലന്റെ മാമൻ നീ. അമ്മാവൻ ലോലന്റെ അമ്മാവൻ. നാണല്ലടാ കഴിവറ മോനെ. ഇത്ര തന്തയായിരുന്നു എസ് ആർക്ക്. ചന്ദ്രു, ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയാം ചന്ദ്രു, ഇവിടെ മന്ദാരം ഇല്ലേ, രണ്ട് ഷുഗർ ഡാഡി. ഇല്ല അങ്ങനൊന്നും ഇല്ല ചന്ദ്രു, ചെറുതായിട്ട്. അല്ല, ഒരു നാടൻ വേണ്ടി പെമ്പിള്ളാടെ മുന്നില് ഇങ്ങനെ എന്റെ ഡാഡിയാണ്, എനിക്ക് കുഴപ്പമില്ല. പാട്ട് പാടോ? പാട്ട് പാടി, ഇപ്പൊ തൊണ്ട വയ്യ. അല്ല, ഞാൻ ബിസിനസ് ഉണ്ടായിരുന്നു. സമാധാനം ദക്ഷയുടെ ബൈക്കാണോ ഇത്? അല്ലല്ല, ഇതാടെയാ. അപ്പൊ ദക്ഷ പറഞ്ഞു തന്നു. ഇങ്ങോട്ടോ ദക്ഷ ഇങ്ങോട്ട്. ദക്ഷ പറഞ്ഞു തന്നു. ദക്ഷക്കാലത്ത് സ്പാർക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് തോന്നിട്ട്. അതോടെ തന്നെ ആരുടെ തോന്നിയത്? എന്റെ അടുത്ത് എനിക്കറിയുന്നുണ്ടായിരുന്നാണോ? നമ്മളിപ്പോ അങ്ങനെ ഒരു ഇല്ലാത്ത ഒരാളെ കുറിച്ച് വെറുതെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, സിറ്റി ഇല്ല എന്നല്ല, അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരാളെ നമ്മള് വെറുതെ പറയണ്ടല്ലോ. പറഞ്ഞെന്താ കുഴപ്പം? എന്തിനാണ് വെറുതെ? ഇപ്പൊ അങ്ങനെ ഇല്ല ആരുമായിട്ടും. ഹലോ ഉണ്ട്, ഞാൻ വിളിക്കാം. ഓക്കെ. രാജുഭായി അല്ലേ? രാജുഭായി? ഏത് രാജുഭായി? MRZ രാജുഭായി. ചന്ദ്രു രാജുഭായി ആരാ? ഫ്രണ്ടാണോ? അതെ, ഫ്രണ്ടാണ്. രാജുഭായിന്റെ തന്നെയാണോ? എന്താ? രാജുഭായിന്റെ തന്നെയാണോ? ഇല്ല, എനിക്ക് ആരുമായിട്ടും ഇല്ല. ഇല്ല, പണ്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് വരുമ്പോ എനിക്ക് ആളെ ഓർക്കുന്നില്ല. സർക്കടല്ലേ? അല്ല, ഡാനിക്ക് നല്ല ഫ്രണ്ട് അല്ലേ? എന്താണ് ഇങ്ങനെ? വാസുവണ്ണനെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് വാസുവണ്ണനോട് ഞാൻ മിണ്ടിയത് തന്നെ. എന്നെ കഴിഞ്ഞിടയ്ക്ക് വാസുവണ്ണൻ രക്ഷിച്ചത്, അന്നേരം ഞാൻ വാസുവണ്ണനോടൊന്ന് മിണ്ടിയത് തന്നെ. എന്താണ് ഇങ്ങനെ? ചന്ദ്രു, നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ചന്ദ്രു, നമ്മളെ ലിസ്റ്റില്. ഹലോ
ചന്ദ്രൻ തിരക്കല്ലേ രാജീവെ വിളിച്ചല്ലേ പോവല്ലേ അല്ല വില തിരക്കല്ല. പോലെ ഞാൻ ആലീസിന്റെ പാട്ട് കേട്ട് നിൽക്കുമായിരുന്നു. പാട്ട് പാടുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാന്. ആണോ? ഓക്കെ ചന്ദ്ര കേട്ടിട്ടുണ്ടോ? ഇല്ല. അരിച്ച് പാട്. അരിച്ച് തൊണ്ണൂറ്. അരിച്ച് പാട്. അരിച്ച് ചന്ദ്ര പാട്ട് പാടുവാടോ? ഇല്ല ഇല്ല ഇല്ല. बहती रहती नहर नदियाँ सी तेरी दुनिया में मेरी दुनिया है तेरी चाहतों में मैं ढल जाती हूँ तेरी आदतों में अगर तुम साथ हो तेरी नजरों में मेरे सपनों में नाराज़गी मुझे लगता है कि बात दिल की लफ्ज़ों की धोखेबाजी तुम साथ हो या न हो क्या फर्क है बेदर्द ही जिंदगी बेदर्द है अगर तुम साथ हो ലോറിന്റെ ഗേൾഫ്രണ്ട് ഇത്രയും പാടുന്ന ഒരു കഴിവുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നൈസ് നൈസ് അടിപൊളി. എനിക്കറിയാം ഇങ്ങനത്തെ വാക്കുകൾ വരുന്നത്, അതുകൊണ്ട് ഞാൻ പാട്ട് പാടാത്ത. ദക്ഷ പാടുവോ? ഇല്ല അല്ല എന്നാലും ഇല്ല. ദക്ഷ എന്നിട്ട് ദക്ഷ പാട്ടോ? ഇല്ല എനിക്കറിയില്ല. പാടുവോ? ദക്ഷ ഒരു പാട്ടോ? ദക്ഷ ഒരു പാട്ട് പാടും. അല്ല അത് പോയി പുതിയ എന്ത് ചെയ്യുന്നു? അതെന്താന്നറിയോ, ഈ ബുദ്ധി ഇല്ലാത്തവരുടെ നമ്പർ ഒന്നും മേടിച്ചു വെച്ചിട്ട് വലിയ പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞോണ്ടേ ആദ്യമേ കളഞ്ഞു. ഓക്കെ, സർക്കാർ നമ്പർ ഇല്ലാന്ന് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അത് ഈ ഒരുപാട് ബുദ്ധി ഐക്യു ഒരുപാടുള്ളവരുടെ നമ്പർ പെട്ടെന്ന് അടി എന്ന് പറഞ്ഞപ്പോഴേ മാറിപ്പോ എന്തിനാ എടുത്തിട്ടപ്പോഴേ ഇത് ആരുടെ ലോലിന്റെ ഗേൾഫ്രണ്ടാടാ? നീ കഷ്ടപ്പെട്ടോ ലോലിന്റെ ഗേൾഫ്രണ്ടാന്ന്? അതന്നെ എന്ത് സംസാരം ലോലിന്റെ ഗേൾഫ്രണ്ടാണെന്ന് വെറുതെ വായിലെ വെള്ളം മുട്ടിച്ചു. സത്യം പറയാ എന്നെ പോലെ സിംഗിൾ ആയിട്ട് നടക്കണം, മനസ്സിലായ? നമ്മള് റിലേഷൻ ഇത് കട്ടേക്ക് ഞങ്ങളെ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ടാക്കി. അത് മടുത്ത് ആൾക്ക്. ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന്റെ തന്തയാണ്. അത് കാല് പിടിച്ചേ കൂടെ നടക്കാറില്ല, താഴെ എഴിഞ്ഞ് നടക്കാനാ ഇഷ്ടം. ആ അത് മനസ്സിലാവില്ലേ കുട്ടി എന്തിനാണ്? താഴെ കിടന്ന് എന്നാലും കൽക്കിയോ? അല്ല പറ, ആരെയാണ് കൽക്കിന്ന് വിളിച്ചത്? എന്നെയാണോ ആലീസിനെയാണോ? നിന്നെ പറ. എന്നെയോ? എന്തിനാ വിളിച്ചെന്താ? അല്ല ചുമ്മാ വിളിച്ചേ. എനിക്ക് പറ എന്തൊരു ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് പക്ഷെ ഒരു വാറുണ്ട്. ലാലൻ ഇത് പ്രിയമ്മ വിളിക്കാം. അല്ലെ നമ്മളെ ആരും ചോദിക്കാറില്ല. അല്ലെ എന്റെ സാർക്കേടെ അതൊന്ന് മാറ്റണേ, ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് മാറ്റണേ. ഇതൊക്കെ എന്താണ് ഇതൊക്കെ? യവന്മാരൊക്കെ വെടിച്ചു കൊല്ലട്ടാണ് എല്ലാത്തിനും. ഞാൻ കൊല്ലു തലവേന എടുക്കുന്നു. എവിടെ ചാവണ ചന്ദ്രന്റെ നീ ആരാടാ? നീ ഇന്നല്ലേ ദക്ഷ അങ്ങോട്ടാക്കാം. ചന്ദ്ര അളിയാ, എന്റെ എസ് ആർക്കിന്റെ പേര് ഒന്ന് മാറ്റിട്ട് വേറെ ആരും കിട്ടണ അളിയാ. വണ്ടി കയറി. നീ എസ് ആർ ഇന്ന് വാറണേ ഇല്ല.
ഇന്നലെ ലിസ്റ്റ് നോക്കാം നമ്മള് 22ാമത് നമ്മള് ദിവസം ഒന്ന് മാറ്റണേ. ഇല്ല ഞാൻ പുറത്തേക്ക് പോവാ. ഭയങ്കര സൗണ്ട് ഇറങ്ങിയില്ലേ സൗണ്ട് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കുറഞ്ഞോ? എവിടെയാ ഇവിടോട്ട് വിട്ടാ മതി. ലോറന്ന് പറഞ്ഞോളെ ഞാൻ ഗണ്ണയും ചെയ്താണ്. ലോറ ഏതാരാണ് എനിക്കറിയില്ലട്ടോ. എടി കൊല്ലുവാടി ഇത്ര രക്ഷപ്പെടാനാ. അയ്യോ എന്റെ ചേച്ചിയെ കൊല്ലല്ലേ, ചേച്ചിയെ കൊല്ലല്ലേ. ഇല്ല ഒന്നുമില്ല മുങ്ങി രക്ഷപ്പെട്ടു പോയി. ഇല്ല ചത്തില്ല മരിച്ചു തോന്നണേ, മുങ്ങി മരിച്ച ആള്. ആ ജഡത്തിലെട് ചന്ദ്ര കോച്ച് ഇപ്പോരാ. എത്ര പിങ്ക് ഉനക്ക്? എനിക്ക് 70. നമുക്ക് 63 കോച്ച്. എന്നെ പറ്റി കോച്ച് പിങ്ക് ഉണ്ടോ? ഇല്ലല്ല എനക്കെല്ലാം 40. ഓക്കെ നരൻ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. നിനക്കാണ് കിട്ടിയേ? കര കൊണ്ടിടാ കര കൊണ്ടിടാന്ന്. എന്നാ EMS ഞാൻ പൊക്കൊല്ലെന്ന് പറയും കേട്ടോ. അവന്റെ ഡിമാൻഡ് ഉണ്ട് എന്റെ അടുത്ത്. പൊക്കൊല്ലെന്ന് തന്നെ പറയും ഞാൻ. വരെ കയറിക്കോ. പുഴുക്ക് ഇവിടെ കിടന്ന് അമ്മയാണ് പുഴുക്ക് ഇവിടെ കിടന്ന്. ഞാൻ EMS പറയും പൊക്കല്ലെന്ന്. എന്റെ സ്വഭാവം അറിയല്ല, അതുകൊണ്ട് മര്യാദക്ക് കയറി. ആ വാ കയറി. ചേച്ചിയുടെ ഇപ്പൊ ഇവിടെ ഹലോ ചേച്ചി വന്നേ ചോദിക്കാൻ. സൂപ്പറാ വാ. ഹലോ ഡോക്ടറെ മണ്ട കാണാൻ. കമ്മിറ്റഡ് ആണോ? ചന്ദ്ര ലോറയുടെ ചേച്ചി വന്ന്. ഇല്ലടി നാളെ ഇല്ല. നീ ആരാ? കുട്ടി ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ചൂടനാണ് ആള്. വെറുതെ ഓടിക്കഴിഞ്ഞ പിടിച്ചോളൂ. ഞാൻ വണ്ടി കയറി. ഓ ശരി സാർ. എല്ലാ കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ വണ്ടി ഇനി പറഞ്ഞ കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മറ്റവള് നീന്തി കടന്നല്ലേ? വേണ്ട ആള് ഓടിപ്പോകുന്നു, നീ ഓടിപ്പോകുന്നു. അവളെ എടുത്തോളാം, അവളെ പിന്നെ എടുത്തോളാം. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. നിന്റെ പേര് തോന്നുന്നു ചന്ദ്ര ലോറാപ്പിന്റെ ചാനലിൽ. ഹലോ കുട്ടി പേര് ചോദിക്കുന്ന കേക്കല്ലേ? ചൂടനാണ്. ഇപ്പൊ നോർമലായോ? എന്റെ ഇല്ല ഷോട്ട് മാറ്റി. എന്റെ അടുത്ത കൊണ്ടാക്കല്ലേ കേട്ടാ. എനിക്കറിയാം ലേഡി ബോസ് ആണോ? എടി നിന്നോടല്ല നിന്റെ അനിയത്തി ഇവിടെ കുഴിച്ചു വിടാൻ പോയത്. അവിടെ നിന്നെ തന്നെ കുഴിച്ചു വിടാൻ പോവാണേ. നിനക്ക് മേളിലാണ് കൂടി. 5 അടി ആണെങ്കിൽ ഇവിടെ എത്ര അടി ഉണ്ട്? 5 അടി അല്ലേ ഉള്ളൂ. ഇവിടെ 5 അടി
ആഭാസൻ ഞാൻ ആഭാസനടി ഞാൻ ആഭാസനല്ലെന്ന് പറയാം ഞാൻ ആഭാസനാടി ആഭാസന ചന്ദ്ര തറയാണ് തത്തറ മനസ്സിലായില്ലേ നിന്റെ മോത്ത് എഴുതിയേക്കണം പറയാൻ പോലും പറ്റില്ല അത്രയും അരോചകമാണ് നിന്റെ മോത്ത് എഴുതി വെച്ചേക്കണേ നിനക്ക് ബോയ് ഫ്രണ്ട് കൊണ്ടാടി നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ കെട്ടണം ഇവിടെ വെച്ച് ചന്ദ്രൻ ഇല്ല നിനക്ക് ചേരൂല എനിക്ക് ചേർന്നാലും നിനക്ക് ചേരൂല തൊട്ടറിക്കുന്ന പിള്ളേരാണ് ഇഷ്ടം മാറില്ലടാ അളിയ എന്നെ ചൊടിപ്പിക്കല ഞാൻ പറയാ ശരിക്കും ലോറയുടെ അനിയത്തിയാണ് ചേച്ചിയാണോ ചേച്ചിയാണ് അപ്പൊ പ്രായം ഇത്ര കലിപ്പിറക്കണ എന്തിനാണ് കൂരിരട്ടൊന്നും അല്ലായിരുന്നു നല്ല കുട്ടിയെ കണ്ട ലേഡി ബോസ് ആണെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും കുട്ടി എന്നെ ഇടിച്ചോ എന്നെ ഇടിച്ചോ ധൈര്യം ഇടിച്ചോ കുട്ടി 1-2 കൊടുത്തു കണ്ട ഇല്ലടാ അല്ല ഈ കല്ലറയില്ല ഈ കല്ലറ അൽഹംദുലില്ലാ ഇല്ല സോറി അല്ല ആരാ അല്ല ഞങ്ങളിവിടെ അത് അച്ഛനാണ് പള്ളിയുടെ അച്ഛനല്ല അച്ഛൻ പ്രശ്നമുണ്ടല്ലോ അച്ഛൻ നമ്മള് ഷബോടൊക്കെ വേണ്ടി വന്നേ മേരിയെ കാണാൻ വന്നേ അല്ല അതെ ഞങ്ങളുടെ അനാഥാലയത്തില് നമുക്ക് കഞ്ഞിയൊക്കെ വെച്ചോണ്ടിരുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു മേരി ആന്റിയുടെ മനസ്സിലായോ എന്താന്നറിയോ കുന്നംപറമ്പിലത്തെ ഇസ്രേമയുടെ മകളില്ലയോ അവളാ അത് ഈനടക്ക് മക അത് ഇവിടെ അല്ലല്ലോടാ ചെക്ക അത് ഇച്ചിരി മുകളിലാന്നല്ലോ അല്ല അത് മുകളിലല്ല അപ്പൊ ഞങ്ങളിങ്ങനെ പേരൊക്കെ മഴയൊക്കെ പെയ്ത് പായൽ പിടിച്ചിരിക്കുവായിരുന്നു അപ്പൊ നോക്കി നടക്കുവായിരുന്നു ഏതാന്ന് എന്നാത്തിനാ നീ കൊച്ചിന്റെ മേലെ കൈവച്ചേ കൈവച്ചല്ലേ ഞങ്ങള് ഫ്രണ്ട്സാ അല്ലേ ഞങ്ങള് ബോയ് ഫ്രണ്ട് മോളുടെ പേരെന്നാ അവന്റെ പേരെന്നാ സാത്താന്റെ സന്തതിന്റെ പേരെന്നാ അച്ഛനെ പള്ളിയിലച്ച നമ്മളെ എന്റെ പേര് നീക്കണതാണ് നമ്മളിച്ചിരി പ്രശ്നക്കാരാണ് സിറ്റിയിലെ പ്രശ്നമായാലും എന്റെ കയ്യിലെ ഒരു പ്രയോഗമുണ്ട് അത് ഞാൻ ആ 2 വിരലും ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞില്ലേ മേരിയാനിനെ കടാമെന്നാണ് ഇതിന്റെ ഗേൾഫ്രണ്ട് അയിലല്ലേ അല്ല ഇത് നമ്മുടെ 2 ഗേൾഫ്രണ്ട് ആണ് ആ കുട്ടി തീരുമാനിച്ചിട്ടില്ല ആരെയാണോ എന്നതാടാ നീ പറയുന്നേ നീ ആരോടാ ഈ വർത്താനം പറയുന്നതെന്ന് എനിക്കറിയോ ക്ഷമിക്കണം അച്ഛൻ എനിക്ക് അച്ഛനോട് സംസാരിച്ച ശീലമില്ല സോറി അച്ഛാ ക്ഷമിക്കണേ അപ്പൊ അച്ഛനല്ലേ അല്ല ഇത് കണ്ടിട്ട് ഇതെന്താ അച്ഛന്മാരൊക്കെ ഫ്രീ ആയി തുടങ്ങിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എങ്ങോട്ടാ ഞാനേ റോമിന്ന് വന്ന അച്ഛനായിട്ടോ അല്ല റോമിന്ന് വന്ന അച്ഛൻ എന്തോ കൊമ്പുണ്ടോ തലയില് നമുക്ക് നാട്ടില് അപ്പനോടാണോ അല്ല അച്ഛനോടാണോ വർത്തനം പറയുന്നത് ഇങ്ങനെ അച്ഛൻ നമ്മുടെ ഒരു നാട്ടിൽ നടപ്പില്ലേ ഒരു നാട്ടിൽ നടപ്പില്ലേ സൗണ്ട് വാക്ക് അച്ഛൻ റോമില് മലയാളം സംസാരിക്കണേ എന്നാ പറയണ്ടേ കുഞ്ഞപ്പ അച്ഛൻ ഞാൻ ഇവനോട് അല്ല മലയാളം അല്ല അല്ലല്ല കുഞ്ഞാപ്പു അച്ഛൻ ആ നമ്മുടെ തീട്ടപ്പറമ്പിൽ കുഞ്ഞായപ്പ വെച്ച മറ്റേ പഴയ നമ്മുടെ ഇവിടെ നാട് വിട്ട് പോയ അച്ഛൻ മനസ്സിലായടാ നീക്ക മറ്റേ ക്രിമികടി മത്തായിരം മോൻ ആ പണ്ട് മറ്റേ കുഞ്ഞാടിന്റെ പേരെന്തോ മറ്റേ സരളേരെ വീട്ടിൽ തൂക്കിയപ്പോഴത്തേക്കും മാനക്കേട് മൂത്ത് നാട് വിട്ട് പോയില്ലേ ക്രിമികടി മത്തായിരം മോൻ അച്ഛാ വേഷന്മാര് നമ്മൾ അറിയുന്ന വെച്ചല്ലേ പിന്നെ അമ്മയ്ക്ക് നിന്റെയൊക്കെ പ്രസംഗം കഴിഞ്ഞോ നമ്മളെ പറ്റിച്ചല്ലേ നമുക്ക് റെസ്പെക്ട് ഉണ്ട് കുഞ്ഞാടിന്റെ പേരെന്തോ ഈ കുഞ്ഞാടിന്റെ പേരെന്തോ ഇല്ല ഇത് അറിയത്തില്ല അവനൊന്നും അവന്റെ പേരുമല്ല എന്റെ പേരാണ് എന്റെ പേര് ചന്ദ്രബോസ്
അച്ഛന്റെ പേരെന്തോ എന്ന് കുഞ്ഞാട് ഇങ്ങ് മാറി മാറി നിക്ക് മോളെ ഇങ്ങോട്ട് മാറി നിന്നേര് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ പിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാല് മേരിയന്റെ കുഴിമാടത്തിലേക്ക് വരുമ്പോഴേ ഇതാ ഈ പള്ളി മേടേന്റെ ഈ ശവക്കല്ലറയുടെ മുന്നിലൊന്ന് വണ്ടി വച്ചേക്കരുത്. എന്നാ വെച്ചാല് ഇവിടെയൊക്കെ ആൾക്കാരെ മരിച്ചിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന സമാധാനത്തോടെ സമാധിക്കുന്ന രണ്ട് റൂം അടിക്കട്ടെ അച്ഛാ, ആൾക്കാരൊക്കെ എണ്ണിക്കട്ടെ, ആൺമക്കളൊക്കെ എണ്ണിക്കട്ടെ, എണീറ്റ് ഡാൻസ് കളിക്കട്ടെ. നിന്റെ ബാക്കി പള്ളി ഞാൻ താഴെ അച്ഛനാന്നൊന്നും ഞാൻ ഓർക്കയില്ല. മാമോദീസ മുക്കിയതാണോ? മാമോദീസ മാമോദീസിലൊന്നും മുക്ക ഞാൻ അത്രയ്ക്ക് വലിയ തെണ്ടിയൊന്നുമല്ല, ഞങ്ങളെ പാപിയൊന്നുമല്ല. ഞാൻ മാമോദീസ മുക്കാനൊന്നും ആരെയും ഞാൻ ആരെയും മുക്കിയിട്ടൊന്നുമില്ല. കർത്താവ് ഈ കുഞ്ഞാടിന് പോലെ പാവങ്ങളിലൂടെ നടത്താതെ നല്ലതിലൂടെ മാത്രം നടത്തി ബുദ്ധിമോശം വരുത്താതെ നല്ല ബുദ്ധി മാത്രം പറഞ്ഞു കൊടുക്കണം. നന്മ ആളങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ നീ ഏതാ? നമ്മളങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അച്ഛനെ. ഞാൻ മനസ്സിലാവാൻ മാത്രം നീ ഏതാ? മനസ്സിലായി. സത്യം പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ സിറ്റി ശാപം നിറഞ്ഞു കിടക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പോഴാണ് പള്ളിയിൽ ഒരു അച്ഛനൊക്കെ വന്ന് ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ സാത്താന്റെ സന്തതികളായിട്ട് കുറെ ആൾക്കാരുണ്ട്. എല്ലാരെയും പേര് അങ്ങനെ ഒന്നാമത്തെ ഇല്ല. ഇപ്പൊ ഞാൻ നല്ല പള്ളിയിൽ പോയില്ലെങ്കിലും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇല്ല മകൻ ദത്തപുത്രന്മാരുണ്ട് രണ്ടുപേര്. അല്ല ദത്തെടുത്ത് ഓർഫൺ ദത്തെടുത്ത നല്ലൊരു കാര്യം. ദത്തെടുക്കുന്ന നമ്മള് അനാഥരായ പിള്ളേരെ സൂര്യ കഞ്ചാവ് വെച്ചെടുക്കുന്ന സൂര്യബോസാ. എന്റെ കർത്താവേ അച്ഛോ അതാണ് പറഞ്ഞത്. ആ കുഞ്ഞിന് എത്ര വയസ്സാ? കുഞ്ഞിന് മോനെ ഷിൻജാനെ എന്നാ ചെയ്യുന്ന അവിടെ? മാമോദീസ ഇപ്പൊ മുക്കിയതേ ഉള്ളൂ, തല പിടിച്ച് മണ്ണ് കുത്തും ഞാൻ. കുഞ്ഞാ നിനക്ക്? എനിക്കൊരു 12 വയസ്സുള്ള ഒരു മോനെ. ഈ 12 വയസ്സുള്ള കുഞ്ഞാണോ ഈ സിഗരറ്റ് കഞ്ചാവ് വിറ്റ് നടക്കുന്നത്? കഞ്ചാവും ഗണ്ണൊക്കെയാണ് അവന്റെ മെയിൻ. ശ്രദ്ധിക്കണ്ടായോ? അല്ല അതിനൊക്കെ നേർവഴിക്ക് നടത്തുന്നുണ്ടോ? എവിടെ നേർവഴിക്ക് നടത്താനാ? മോന്തായം വളഞ്ഞ 64 വളയുന്നല്ലേ? വളഞ്ഞിട്ട് ഇരിക്കുവല്ലേ? ഇതാ എന്റെ മുന്നിൽ വളഞ്ഞിട്ടൊന്നുമില്ല, എന്റെ നേരെ സ്ട്രെയിറ്റ് കാണുന്നുണ്ട്. എനിക്കത് കാണാലോ. എന്നാ വെച്ചാല് നാളെ ഈസ്റ്ററാ. ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ അനുഗ്രഹമൊക്കെ. ഓ ഞാൻ അങ്ങോട്ട് അച്ഛൻ ഒന്ന് തലേ കഴിച്ച് പ്രാർത്ഥിക്കുക. എനിക്കൊന്ന് നല്ലവരെ ഞാൻ അങ്ങോട്ട് വരാം. എടാ വണ്ടി നോക്കിയിട്ട് പറഞ്ഞു.